ചെറുപഴം വാട്ടിയെടുക്കുന്നത് അതേപോലെ പഴം വെച്ചിട്ടൊരു ജ്യൂസ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ ചെറുപഴം വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 5-6 ഈത്തപ്പഴം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതേപോലെ 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. ജ്യൂസ് തയ്യാറാക്കാൻ ഇത് ഇത്തിരി ആടായ ഈത്തപ്പഴമാണ്, അതുകൊണ്ടാണ് ഒന്ന് വേവിച്ചെടുത്തത്. സോഫ്റ്റായ ഈത്തപ്പഴമാണെന്ന് വെച്ചാൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മിക്സിയിൽ വേഗത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഴത്തിലും ഈത്തപ്പഴത്തിലും മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പഴം അതേപോലെ നാളികേരം കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ചെറുപഴം വാട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നെയ്യിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം തയ്യാറാക്കി എടുക്കുന്ന പോലെ ചെറുപഴം വെച്ചിട്ടും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ചെറുപഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം. അപ്പം നമ്മൾ പഴമൊക്കെ വാട്ടിയെടുക്കൽ കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപഴം വെച്ച് തയ്യാറാക്കിയ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.